ഹായ് ഗൈസ്, എല്ലാവർക്കും തന്നെ മോട്ടോർ ഗാരേജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഹ്യുണ്ടായുടെ ഏറ്റവും പുതിയ i20 ആണ്. i20യുടെ 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനാണ് നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്ന ഈ വണ്ടി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് വണ്ടിയുടെ എഞ്ചിൻ ബേയിൽ തന്നെ തുടങ്ങാം. അപ്പോൾ വണ്ടിയുടെ ഒരു പവർ സോഴ്സ് എന്ന് പറയുന്നത് ഒരു 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനാണ്. ഇതാണ് നമ്മൾ പറഞ്ഞ ടർബോ പെട്രോൾ എഞ്ചിന്. അതിൽ ആ ടർബോ GDI എന്നുള്ള ഗ്യാസോലിൻ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ്റെ ഒരു ബാഡ്ജിങ് വണ്ടിയിൽ കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. വണ്ടിയിൽ മറ്റേ എൻജിൻ ഇൻസ്റ്റലേഷനോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അതാണ് എൻജിൻ്റെ വിശേഷങ്ങൾ. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ മെയിനായിട്ടുള്ള ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ വൈഡായിട്ടുള്ള ഈ ഒരു ഫ്രണ്ട് ഗ്രില്ലാണ്. അതായത് നമ്മൾ സാധാരണ കാണുന്ന ഫ്രണ്ടിൽ ഒരു ചെറിയ ഗ്രില്ല്, താഴോട്ട് പിന്നെ ഒരു എയർ ഡാം അങ്ങനെയൊക്കെയാണ് സാധാരണ കാണാറുള്ളത്. എന്നാൽ നമ്മുടെ ഈ i20യിൽ, പുതിയ i20യിൽ വളരെ വലുപ്പമുള്ള ഒരു ഫ്രണ്ട് ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. അതാണ് മെയിനായിട്ടുള്ള ഒരു അട്രാക്ഷൻ. അതിൻ്റെ നടുക്കായിട്ട് തന്നെ ഹ്യുണ്ടായുടെ ആ ഒരു ലോഗോയും പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് വളരെ നല്ല ഒരു ഡിസൈനുള്ള ഗ്രില്ല് കാണാം. അതിൻ്റെ നടുക്കായിട്ട് തന്നെ ആ ഒരു ലോഗോയും കൊടുത്തിട്ടുണ്ട്. ഈ ലോഗോയുടെ റൈറ്റ് സൈഡിലായിട്ട് ടർബോയുടെ ഒരു ബാഡ്ജിങ് ആണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ 1 ലിറ്റർ ടർബോ എഞ്ചിനാണ് നമ്മൾ റിവ്യൂ ചെയ്യുന്നത്. ആ ടർബോ വണ്ടികൾക്ക് ഇങ്ങനെ ഫ്രണ്ടിലായിട്ട് ഒരു ടർബോയുടെ ബാഡ്ജിങ് ആണ്. അത് റെഡ് കളറിൽ ടർബോയുടെ ബാഡ്ജിങ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഹെഡ് ലാമ്പ് യൂണിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് പ്രൊജക്ടർ സെറ്റപ്പാണ് നമ്മുടെ ഹെഡ് ലാമ്പ് യൂണിറ്റ് വരുന്നത്. ആ ഹെഡ് ലാമ്പ് യൂണിറ്റിൻ്റെ മുകളിലായിട്ട് ഒരു LED DRL കൂടി വരുന്നുണ്ട്. ഇനി നമ്മുടെ ഇൻഡിക്കേറ്ററൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ LED അല്ല, പക്ഷേ ഹാർജൻ ബൾബുകളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഹെഡ് ലാമ്പ് യൂണിറ്റിൻ്റെ സൈഡിലായിട്ട് i20യുടെ ഒരു ബാഡ്ജിങ് കൂടി ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നുണ്ട്. ഇനി നമ്മുടെ ഒരു ഫോഗ് ലാമ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹാലജൻ പ്രൊജക്ടേഴ്സാണ് ഫോഗ് ലാമ്പിൻ്റെ സെക്ഷനിലെല്ലാം തന്നെ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ എയർ കട്ടൻസ് കൊടുത്തിരിക്കുന്നതെല്ലാം ഫങ്ഷനിങ് ആണ്, ഫേക്ക് ആയിട്ടുള്ള അതായത് ഫങ്ഷനിങ് ആയിട്ടുള്ള ഒരു എയർ കട്ടൻസ് കൂടി വണ്ടിയിൽ ഫ്രണ്ടിൽ ഫോഗ് ലാമ്പിൻ്റെ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫ്രണ്ട് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബമ്പർ ലിപ്പിൻ്റെ ഒരു എലമെൻറ്റ് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു ഡിസൈന് വണ്ടിക്ക് ഫാക്ടറിയിൽ നിന്ന് തന്നെ വരുന്നുണ്ട്. മൊത്തത്തിലുള്ള ഒരു വിഷ്വൽ ആസ്പെക്റ്റ് നല്ല രീതിക്ക് ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് വണ്ടിയുടെ ഫ്രണ്ടിൽ വന്നിട്ടുള്ളത്. ഇനി വണ്ടിയുടെ ബോണറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ലൈൻസ് കാണാം. അതായത് കണ്ടോ, ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ഈ ലോഗോയുടെ മുകളിൽ നിന്ന് തുടങ്ങുന്ന രീതിയിൽ 2 ലൈൻസ് കാണാം. അതുപോലെ തന്നെ സൈഡിലേക്ക് പോകുമ്പോഴും അതേപോലെ നല്ല ഷാർപ്പായിട്ടുള്ള ലൈൻസുകൾ വണ്ടിയിൽ വളരെയധികം വിസിബിളായിട്ട് കാണാൻ സാധിക്കും. വണ്ടിയുടെ സൈഡിലേക്ക് പോകുമ്പോൾ ടയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടിയിൽ യൂസ് ചെയ്തിരിക്കുന്നത് 195, 55, 16 ഇഞ്ച് ടയറുകളാണ് വണ്ടിയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. വളരെ നീറ്റായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഡ്യുവൽ കളറിലുള്ള ഒരു അലോയ് വീലുകൾ വണ്ടിയിൽ നമുക്ക് കാണാൻ സാധിക്കും. സൈഡിലേക്ക് വരുമ്പോൾ ഒരു സ്കേർട്ടിങ് വണ്ടിയുടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതും വളരെ നല്ലൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് അത് ചെയ്തിരിക്കുന്നത്. അത് കാണാൻ തന്നെ നല്ല രസമുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഒരു i20യുടെ ബാഡ്ജിങ് കൂടി ആ ഒരു സ്കേർട്ടിങ്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി വണ്ടിയുടെ ഡോർ ഹാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രോം ഫിനിഷോട് കൂടിയ ഡോർ ഹാൻഡിലാണ് വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. ബോഡി കളറല്ല, ക്രോം ഫിനിഷാണ് വണ്ടിയിൽ ഡോർ ഹാൻഡുകൾ വരുന്നത്. വിൻഡോയുടെ താഴെ കൂടി ഒരു ക്രോം ലൈനിങ് പോകുന്നുണ്ട്. അതങ്ങ് ഏറ്റവും ബാക്കിൽ നമ്മുടെ സി പില്ലറിൻ്റെ മുകളിലേക്ക് ചെന്ന് നിൽക്കുന്ന രീതിയിലാണ് അതിൻ്റെ ആ ഒരു പ്ലേസ്മെൻറ്റ്സ് കാര്യങ്ങളെല്ലാം തന്നെ വന്നിട്ടുള്ളത്. ഇനി നമ്മുടെ സൈഡ് വ്യൂ മിറർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൈഡ് വ്യൂ മിററും ബോഡി കളറായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഡ്യുവൽ ടോൺ വേരിയൻറ്റ് വരുന്നുണ്ട്. ഡ്യുവൽ ടോൺ വേരിയൻറ്റ് വരുന്ന സമയത്ത് നമ്മുടെ സൈഡ് വ്യൂ മിററും അതുപോലെ തന്നെ ടോപ്പും എല്ലാം തന്നെ കംപ്ലീറ്റ് ബ്ലാക്ക് കളറിലായിരിക്കും വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് സൈഡിലെ വിശേഷങ്ങൾ. നമ്മൾ ഫ്രണ്ട് ബോണറ്റ് കണ്ട പോലെ തന്നെ വളരെ ഷാർപ്പായിട്ടുള്ള കട്ടിങ്ങുകൾ, അതായത് വളരെ ഷാർപ്പായിട്ടുള്ള ലൈന് കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ വണ്ടിയുടെ സൈഡിലും കൊടുത്തിട്ടുണ്ട്. ആ ഫ്രണ്ട് തൊട്ട് അങ്ങ് ബാക്ക് വരെ വളരെ ഷാർപ്പായിട്ടുള്ള ലൈനിങ്ങുകളൊക്കെ തന്നെ വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ബാക്കിൽ ടെയിൽ ലാമ്പിൻ്റെ ആ ഒരു സൈഡിലായിട്ട് വരുന്ന സമയത്താണ് ഇവിടെയായിട്ടാണ് നമ്മുടെ വണ്ടിയുടെ ഫ്യൂവൽ ലിഡ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഫ്യൂവൽ ലിഡിൻ്റെ ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഓപ്പണായി വരും. വളരെ നീറ്റായിട്ട് പൊസിഷൻ ചെയ്തിട്ടുള്ള ഒരു ഫ്യൂവൽ ലിഡാണെന്ന് തന്നെ പറയാം. കാരണം ഈ ഒരു ടെയിൽ ലാമ്പിൻ്റെ ഈ ഒരു സെക്ഷനോട് കൂടി ചേർത്ത് വെച്ചിരിക്കുന്ന രീതിയിലുള്ള ഒരു ഫ്യൂവൽ ലിഡാണ് വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത്. ഇനി ആ ഒരു ഫ്യൂവൽ ലിഡിൻ്റെ ഒക്കെ മുകളിലേക്ക് നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു ഡിസൈൻ എലമെൻറ്റ് കാണാം. നമ്മുടെ ആ ഒരു മാരുതിയുടെ ഇഗ്നിസിലും അതുപോലെ തന്നെ കിയയുടെ സോണറ്റിലും കണ്ട പോലെ ബാക്കിലോട്ട് വരുന്ന സ്ഥലത്തായിട്ട് ഒരു ചെറിയൊരു ഡിസൈൻ എലമെൻറ്റ് കൂടി വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് വണ്ടിയുടെ സൈഡിലെ വിശേഷങ്ങൾ. അതിന് ബാക്കിലേക്ക് വരുമ്പോൾ ഇതാണ് വണ്ടിയുടെ ബാക്കിൽ നിന്നുള്ള മൊത്തത്തിലുള്ള ഒരു വ്യൂ വരുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ടെയിൽ ലാമ്പ് സെക്ഷനൊക്കെയാണ് നമ്മുടെ പുതിയ i20യിൽ വന്നിട്ടുള്ളത്. കാരണം ഇതിന് മുമ്പുണ്ടായിരുന്ന i20യിൽ നിന്ന് വളരെയധികം ചേഞ്ച് നമ്മുടെ പുതിയ i20യിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ബാക്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് കാണാം. അതിലാണ് നമ്മുടെ ഹ്യുണ്ടായുടെ ലോഗോ കൊടുത്തിരിക്കുന്നത്. ആ ലോഗോയുടെ താഴെയായിട്ട് ഒരു ക്രോം സ്ട്രിപ്പ് കാണാം. അതായത് നമ്മുടെ 2 ടെയിൽ ലാമ്പിനെ ജോയിൻ ചെയ്തുകൊണ്ടുള്ള ഒരു ക്രോം സ്ട്രിപ്പ് വണ്ടിയുടെ സെൻറ്ററിലൂടെ പാസ്സാവുന്നുണ്ട്. ഇനി നമ്മുടെ ആ ഒരു ടെയിൽ ലാമ്പ് സെക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രേക്ക് ലൈറ്റും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് LED ആണ് വരുന്നത്. എന്നാൽ ഇൻഡിക്കേറ്ററും അതുപോലെ തന്നെ റിവേഴ്സ് ബൾബും എല്ലാം തന്നെ ഹാലജൻ ബൾബുകളാണ് വണ്ടിയിൽ യൂസ് ചെയ്തിരിക്കുന്നത്.
അത്യാവശ്യം വീതിയേറിയ ഒരു ബാക്ക് ഗ്ലാസ്സാണ് നമ്മുടെ i20യിൽ വരുന്നത്. അതിൽ നമുക്ക് നമ്മുടെ ഡിഫോഗറിൻ്റെ ഒക്കെ ലൈനുകൾ കാണാം. ബാക്കിൽ ഒരു വൈപ്പർ കൂടി i20യിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഹൈ മൗണ്ട് സ്റ്റോപ്പിംഗ് ലാമ്പ് കാണാം. ഇതൊരു സ്പോയിലറുടെ കാര്യമല്ല, വണ്ടിയുടെ ബോർഡ് തന്നെയാണ്. ഇച്ചിരി ഓവർഹാങ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു ഡിസൈൻ. കാരണം ഒരു ഇച്ചിരി ഓവർഹാങ് ചെയ്ത് നിൽക്കുന്ന ഒരു സ്പോയിലറിൻ്റെ ഒക്കെ ലുക്ക് തരുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് ബാക്കിലായിട്ട് വന്നിരിക്കുന്നത്. അവിടെ ഒരു ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഷാർപ്പിൻ ആൻറ്റിന, അതും ബോഡി കളർഡായിട്ടുള്ള ഒരു ഷാർപ്പിൻ ആൻറ്റിന വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. ബാക്കിലെ മറ്റ് ബാഡ്ജിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ റൈറ്റ് സൈഡിലായിട്ട് ടോപ്പ് വേരിയൻ്റ് ആയിട്ടുള്ള ആസ്റ്റയുടെ ഒരു ബാഡ്ജിങ് റൈറ്റ് സൈഡ് കൊടുത്തിട്ടുണ്ട്. നേരെ ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ i20യുടെ ഒരു ബാഡ്ജിങ് ലെഫ്റ്റ് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഈ ടെയിൽ ലാമ്പിൻ്റെ അകത്തും i20യുടെ ഒരു ബാഡ്ജിങ് കാണാം. അത് നമ്മൾ ഫ്രണ്ട് ഹെഡ് ലാമ്പിനകത്ത് കണ്ടു, സൈഡ് സ്കേർട്ടിങ്ങിനകത്ത് കണ്ടു, ടെയിൽ ലാമ്പിൻ്റെ അകത്ത് കണ്ടു. അങ്ങനെ ഒരുപാട് സ്ഥലത്ത് വണ്ടിയിൽ ഈ i20യുടെ ബാഡ്ജിങ് ഹ്യുണ്ടായിക്കാർ കൊടുത്തിട്ടുണ്ട്. ഇനി താഴെ ബമ്പറിലേക്ക് വരുന്ന സമയത്ത് ഇതാണ് വണ്ടിയുടെ പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നത്. 2 സെൻസറുകളാണ് വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. ആ ഒരു നമ്പർ പ്ലേറ്റിൻ്റെ ഹോൾഡ് ചെയ്യുന്ന ഒരു ഭാഗത്തായിട്ടാണ് വണ്ടിയുടെ ഒരു റിയർ വ്യൂ ക്യാമറ പ്ലേസ് ചെയ്തിരിക്കുന്നത്. താഴേക്ക് വരുമ്പോൾ ഒരു ഡിഫ്യൂസറിൻ്റെ ടൈപ്പുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ വണ്ടിയുടെ ലുക്ക് നല്ല രീതിക്ക് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പഴയ i20 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഫ്രണ്ടിൽ നിന്നായാലും സൈഡിൽ നിന്നായാലും ബാക്കിൽ നിന്നായാലും കംപ്ലീറ്റ്ലി വണ്ടിയുടെ ഒരു ലുക്ക് നല്ല രീതിക്ക് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ പറയാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് വണ്ടിയുടെ വെളിയിലെ വിശേഷങ്ങൾ. ഇനി നമുക്ക് നേരെ ഇൻറ്റീരിയറിലേക്ക് കയറാം. ഇൻറ്റീരിയറിലേക്ക് കയറിയിട്ട് ഇൻറ്റീരിയറിലെ മറ്റ് വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഡ്രൈവർ സൈഡിലുള്ള ഡോർ ഹാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരു കീലെസ് എൻട്രിയുടെ റിക്വസ്റ്റ് സ്വിച്ച് കാണാം. അതുപോലെ തന്നെ ഒരു കീ ഹോളും വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. നേരെ ഓപ്പോസിറ്റ് സൈഡിലാണെന്നുണ്ടെങ്കിൽ അതിൽ കീ ഹോളും ഇല്ല, അതുപോലെ തന്നെ കീലെസ് എൻട്രിയുടെ റിക്വസ്റ്റ് സ്വിച്ചും അവൈലബിൾ ആയിട്ടില്ല. അതെല്ലാം കംപ്ലീറ്റ് നമ്മുടെ റൈറ്റ് സൈഡിലായിട്ടാണ് വരുന്നത്, അതായത് ഡ്രൈവറിൻ്റെ സൈഡിലായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഇൻറ്റീരിയർ. ഒരു ഫുൾ ബ്ലാക്ക് ഇൻറ്റീരിയറാണ് നമ്മുടെ പുതിയ i20യിലെ ഹ്യുണ്ടായി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഡോറുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മുടെ ബേസിക് ആയിട്ടുള്ള കൺട്രോൾ ഫംഗ്ഷൻസ് എല്ലാം തന്നെ നമ്മുടെ i20യിലും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഡ്രൈവർ സൈഡിൽ മാത്രമാണ് 1 ടച്ച് ഡൗണും അതുപോലെ 1 ടച്ച് അപ്പിൻ്റെയും ഫംഗ്ഷൻ വരുന്നത്. ബാക്കിയുള്ളിടത്തൊന്നും 1 ടച്ച് ഡൗണോ 1 ടച്ച് അപ്പോ ഫംഗ്ഷനുകൾ വരുന്നില്ല. ഇനി ഈ ഒരു ഡോറിൻ്റെ താഴേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബോസിൻ്റെ ഒരു സ്പീക്കറിൻ്റെ ഗ്രില്ല് കാണാം. ബോസിൻ്റെ തന്നെ 7 സ്പീക്കറുകളാണ് വണ്ടിയിൽ വരുന്നത്. അതിനോട് ചേർന്നിട്ട് ഒരു ബോട്ടിൽ ഹോൾഡർ കാണാം. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ബോട്ടിൽ ഹോൾഡറും സൈഡിലായിട്ട് വരുന്ന ഒരു മാഗസിനൊക്കെ തന്നെ ഹോൾഡ് ചെയ്യാൻ, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പേപ്പറോ കാര്യങ്ങളൊക്കെ വെക്കാനായിട്ടുള്ള ഒരു ഹോൾഡർ കൂടെ ഈ ഒരു സൈഡിലായിട്ട് വരുന്നുണ്ട്. മൊത്തത്തിൽ നമ്മുടെ ഈ ഒരു ഡോർ പാഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഹാർഡ് പ്ലാസ്റ്റിക്കുകളുടെ യൂസ് കൂടുതലാണെങ്കിലും നല്ല ഫിറ്റോട് കൂടി നല്ല ഫിനിഷോട് കൂടിയാണ് കംപ്ലീറ്റ് ആയിട്ട് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇൻറ്റീരിയറിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഒരു ഡ്രൈവർ സീറ്റ് 8 വേ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ അല്ല, കംപ്ലീറ്റ് മാനുവലാണ് ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ തന്നെ വരുന്നത്. ഇനി നമ്മുടെ സീറ്റുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ലെതർ സീറ്റുകളാണ് വണ്ടിയിൽ വരുന്നത്. നല്ല ഫിനിഷോട് കൂടി അത്യാവശ്യം നല്ല കംഫോർട്ടോട് നമുക്ക് ഇരിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു സീറ്റുകൾ വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് വൈറ്റ് സ്റ്റിച്ചിങ് ആണ്, അതുപോലെ തന്നെ ഒരു ഗ്രേ കളറിലുള്ള പൈപ്പിങ്ങും നമ്മുടെ സീറ്റുകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് വണ്ടിയുടെ ഉള്ളിലേക്ക് കയറിയിട്ട് മറ്റ് ഫീച്ചേഴ്സിനെ പറ്റിയൊക്കെ പറയാം. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ആ ഒരു ഇൻറ്റീരിയറാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല വലിപ്പമേറിയ ഒരു 10.25 ഇഞ്ചിൻ്റെ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ് നമ്മുടെ i20യിൽ വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ നല്ല വലിപ്പമേറിയിട്ടുള്ള ഒരു ഡിജിറ്റൽ ക്ലസ്റ്ററും കൂടെ വണ്ടിയിൽ വന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് വണ്ടി ഒന്ന് ഓൺ ആക്കിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ, അതുപോലെ തന്നെ നമ്മുടെ ഒരു ഡ്രൈവറിന് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻ്റെ ഒരു സെൻറ്റർ. നമ്മുടെ ഈ ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേക്കകത്താണ് വണ്ടിയുടെ സ്പീഡോമീറ്റർ, മോഡോമീറ്റർ, അതുപോലെ തന്നെ മറ്റ് വണ്ടിയുടെ ഇൻഫർമേഷന് കാര്യങ്ങളൊക്കെ തന്നെ വരുന്നത്. ഇനി വണ്ടിയുടെ ആ ഒരു ഔട്ട്സൈഡ് ടെമ്പറേച്ചർ, അതുപോലെ തന്നെ വണ്ടിയുടെ ഗിയർ പൊസിഷൻ്റെ ഇൻഡിക്കേറ്റർ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വരുന്നത് ഈ ഒരു ചെറിയ ഡിസ്പ്ലേക്കകത്താണ്. സ്റ്റിയറിംഗ് വീൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫിനിഷോട് കൂടി ചെയ്തേക്കുന്ന ഒരു ലെതർ റാപ്പ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ് വണ്ടിയിൽ നമ്മുടെ i20യിൽ വരുന്നത്. അതിൽ നമ്മുടെ വോയിസ് കമാൻഡ്, അതുപോലെ തന്നെ കംപ്ലീറ്റ് മോഡ്, അവർക്ക് വോട്ട് ചെയ്യുമെന്ന് അവർക്കൊരു തോന്നലുണ്ടാകത്തക്ക രീതിയിലുള്ള കേട്ടോ മോഡ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ബട്ടണുകൾ, അതുപോലെ കോൾ അറ്റൻഡ് ചെയ്യാനും ഡ്രോപ്പ് ചെയ്യാനുള്ളത് നമ്മുടെ ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ, നമ്മുടെ കംപ്ലീറ്റ് ആയിട്ട് സ്പീക്കറിൻ്റെ ഒക്കെ വോളിയം അപ്പ് ഡൗൺ ചെയ്യാനുള്ള ബട്ടണുകളൊക്കെ തന്നെയാണ് നമ്മുടെ ഈ ലെഫ്റ്റിലും റൈറ്റിലുമായിട്ട് വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. ഈ വണ്ടിയുടെ ഹോൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഹോണോടി വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഒരു കൺട്രോൾ ലിവറുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് വൈപ്പറിൻ്റെ കൺട്രോൾ ലിവർ നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ടും, അതുപോലെ തന്നെ നമ്മുടെ ഹെഡ് ലാമ്പിൻ്റെയും ഇൻഡിക്കേറ്ററിൻ്റെ ഒക്കെ ലിവറുകളൊക്കെ തന്നെ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ടും തന്നെ കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ആ സ്റ്റിയറിങ്ങിൻ്റെയും അതുപോലെ തന്നെ ഡിജിറ്റൽ മീറ്ററിൻ്റെയൊക്കെ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഒരു 10.25 ഇഞ്ചിൻ്റെ വളരെ വലിപ്പമായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് നമ്മുടെ പുതിയ i20യിൽ കൊടുത്തിട്ടുള്ളത്. വളരെ ഫ്ലൂയിഡിക് ആയിട്ടുള്ള ഒരു ഇൻ്റർഫേസാണ്. യാതൊരു ലാഗോ കാര്യങ്ങളോ ഒന്നും തന്നെ വരാത്ത രീതിയിലുള്ള ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം നമ്മുടെ വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. ഈ ബ്ലൂ ലിങ്ക് വഴി കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 50ഓളം ഫീച്ചറുകൾ നമുക്ക് വണ്ടിയിൽ കൺട്രോൾ ചെയ്യാം, നമ്മുടെ ഫോണിൽ കൂടി കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൽ നമ്മുടെ ആൻഡ്രോയിഡ് ഓട്ടോ അതുപോലെ തന്നെ ആപ്പിൾ കാർപ്ലേ തുടങ്ങിയ എല്ലാ ലേറ്റസ്റ്റ് ഫീച്ചേഴ്സ് എല്ലാം തന്നെ വരുന്ന ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ് നമ്മുടെ വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ താഴേക്ക് വരുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ എയർ വെൻസുകൾ കാണാം, നമ്മുടെ AC-യുടെ വെൻറ്റുകൾ കാണാം. അതിലൂടെ ഒരു ഹൊറിസോണ്ടൽ ലൈനിങ് പോകുന്നുണ്ട്. നമ്മുടെ വണ്ടിയുടെ ആ ഒരു ഈ ഒരു ഭാഗം തൊട്ട് കണ്ടോ, ഇവിടെയും ഒരു ഹൊറിസോണ്ടൽ ലൈനിങ്, അത് കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ ഇപ്പുറ സൈഡ് വരെ ആ ഒരു ഹൊറിസോണ്ടൽ ലൈനിങ് നമ്മുടെ വണ്ടിയിൽ വരുന്നുണ്ട്. ഈ ഒരു 2 എയർ വെൻറ്റുകളുടെ കൃത്യം നടുക്കായിട്ടാണ് നമ്മുടെ വണ്ടിയുടെ ഹസാർഡ് ലാമ്പിൻ്റെ സ്വിച്ച് വരുന്നത്. ഹസാർഡ് ലാമ്പിൻ്റെ സ്വിച്ച് ആണ് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നത്. അതിൻ്റെ നേരെ താഴേക്ക് വരുമ്പോഴായിട്ടാണ് നമ്മുടെ എയർ കണ്ടീഷനിങ്ങിൻ്റെ കംപ്ലീറ്റ് സ്വിച്ച് കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. ഒരു ഓട്ടോമാറ്റിക് എയർ കണ്ടീഷനിങ് നമ്മുടെ വണ്ടിയിലുണ്ട്. അതിൻ്റെ ഒരു ചെറിയ ഇൻഫർടൈൻമെൻറ്റ്, അതിൻ്റെ ചെറിയൊരു ഡിസ്പ്ലേയും കാര്യങ്ങളെല്ലാം തന്നെയാണ് നമ്മുടെ ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നത്. താഴേക്ക് വരുന്ന സമയത്ത് ഇവിടെ ആയിട്ട് ഒരു 12 വോൾട്ടിൻ്റെ ഒരു അഡാപ്റ്റർ കാണാം. അതിൻ്റെ 2 സൈഡിലായിട്ടും നമുക്ക് USB കണക്ട് ചെയ്യാനുള്ള ഒരു ഇൻപുട്ട് സെക്ഷനോട് കാണാം. അതിന് താഴെയായിട്ടാണ് നമ്മുടെ വയർലെസ് ചാർജിങ് വരുന്നത്. ഇനി നമ്മുടെ ഗിയർ ലിവർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞൊരു 7 സ്പീഡ് DCT ഗിയർ ബോക്സ് ഉള്ള വണ്ടിയാണ് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഗിയർ ലിവറാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ അതുപോലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പാർക്ക്, റിവേഴ്സ്, ന്യൂട്രൽ, അതുപോലെ തന്നെ ഡ്രൈവ് മോഡിൽ ഒരു സ്പോർട്സ് മോഡ് കൂടി വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മാനുവലായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗിയറുകളെ കൺട്രോൾ ചെയ്യാനായിട്ടും സാധിക്കും. ഇനിയും അതിൻ്റെ ബാക്കിലേക്ക് വരുന്ന സമയത്ത് 2 കപ്പ് ഹോൾഡറുകൾ വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. ഹോൾഡറിനകത്ത് ഒരെണ്ണത്തിൻ്റെ അകത്ത് ഇവിടെ ഒരു എയർ പ്യൂരിഫയർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കപ്പ് ഹോൾഡറുകളുടെ സൈഡിലായിട്ടാണ് നമ്മുടെ ഹാൻഡ് ബ്രേക്ക് വരുന്നത്. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഹാൻഡ് ബ്രേക്ക് വരുന്നത്. ഹാൻഡ് ബ്രേക്കിൻ്റെയും പുറകിലേക്ക് വരുന്ന സമയത്ത് ഒരു സ്റ്റോറേജ് സ്പേസ് കാണാം. ആ സ്റ്റോറേജ് സ്പേസിൻ്റെ മുകളിലായിട്ട് ഒരു ആംറെസ്റ്റ്, സ്ലൈഡബിൾ ആയിട്ടുള്ള ഒരു ആംറെസ്റ്റ് ഇവിടെ വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള വണ്ടിയുടെ ഇൻറ്റീരിയറിലെ വിശേഷങ്ങൾ. മൊത്തത്തിലുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ ക്വാളിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ഹാർഡ് പ്ലാസ്റ്റിക്കുകളാണ് വണ്ടിയിൽ കൂടുതലായിട്ടും യൂസ് ചെയ്തിട്ടുള്ളത്. എന്നാൽ പോലും വണ്ടിയുടെ മൊത്തത്തിലുള്ള ഒരു ഫിനിഷ് നമുക്ക് ഓരോ പാനലുകളുടെ ഇടയിലുള്ള ഗ്യാപ്പുകളൊക്കെ നോക്കിയാൽ അറിയാം. ഒരു അനാവശ്യമായിട്ടുള്ള ഗ്യാപ്പോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ വരാത്ത രീതിയിൽ നല്ല ഫിറ്റോടുകൂടി നല്ല ഫിനിഷോട് കൂടി ചെയ്തേക്കുന്ന ഒരു ഇൻറ്റീരിയറാണ് നമ്മുടെ i20യിൽ വരുന്നത്. ഇനി നമ്മുടെ ഗ്ലൗ ബോക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഡീസൻറ്റ് സൈസുള്ള ഒരു ഗ്ലൗ ബോക്സ് നമ്മുടെ വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. അതും നമ്മുടെ ഈ ഗ്ലൗ ബോക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിലും അത് കൂൾഡ് ഗ്ലൗ ബോക്സുകളാണ് വണ്ടിയിൽ വരുന്നത്. ഇനി ഈ സ്റ്റിയറിംഗ് വീലിൻ്റെ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു 3 ബട്ടൺസുകൾ കാണാം. അതായത് ട്രാക്ഷൻ കൺട്രോളിൻ്റെ സ്വിച്ച്, അതുപോലെ തന്നെ റിയർ വ്യൂ കാണാനുള്ള ഒരു സ്വിച്ച്, നമ്മുടെ ഹെഡ് ലാമ്പിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സ്വിച്ചും കൂടി ഈ ഒരു സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പില്ലറിൻ്റെ ഭാഗത്തായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ട്വീറ്റേഴ്സ് കാണാം. നമ്മുടെ വണ്ടിയിൽ ഞാൻ പറഞ്ഞ വണ്ടിയിൽ മൊത്തത്തിലായിട്ട് 7 സ്പീക്കർ വരുന്നുണ്ട്. അതായത് ഫ്രണ്ടിൽ 2 ട്വീറ്റേഴ്സും അതുപോലെ തന്നെ ഡോറുകളിലായിട്ട് 4 എണ്ണവും സ്പീക്കറുകൾ വരുന്നുണ്ട്. പിന്നെ ഏറ്റവും ബാക്കിലായിട്ടൊരു സബ് വൂഫറും കൂടി വണ്ടിയിൽ വരുന്നുണ്ട്. ഇനി ആ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് അങ്ങനെ ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ഇനി നമ്മുടെ റിയർ വ്യൂ മിറർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോ ഡിമ്മിങ് അല്ല, മാനുവലി അഡ്ജസ്റ്റബിൾ ആണ് നമ്മുടെ റിയർ വ്യൂ മിറർ വരുന്നത്. ആ റിയർ വ്യൂ മിററിലായിട്ട് നമ്മുടെ SOS അതുപോലെ ടോയുടെ ഒരു ബ്ലൂ ലിങ്കിൻ്റെ ഒക്കെ ഒരു ബട്ടണുകൾ നമ്മുടെ ഒരു റിയർ വ്യൂ മിററിൽ കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ആയിട്ട് ഒരു സൺഗ്ലാസിൻ്റെ ഹോൾഡറും അതുപോലെ തന്നെ 2 ലൈറ്റുകളും കൂടി വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് വണ്ടിയുടെ ഫ്രണ്ടിലെ വിശേഷങ്ങൾ. ഇനി നമുക്ക് ബാക്കിലേക്ക് പോയിട്ട് ബാക്കിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ ഫ്രണ്ട് ഡോർ പാഡിൽ കണ്ട പോലെ തന്നെ ഇവിടെ ഒരു ഹൊറിസോണ്ടൽ ലൈനിങ്ങുകൾ നമ്മുടെ ബാക്കിലും വരുന്നുണ്ട്. ഗ്രേ കളറിൽ ഫിനിഷ് ചെയ്തിട്ടുള്ള ഒരു ഡോറിൻ്റെ തുറക്കാനുള്ള ലോക്ക് എല്ലാം തന്നെ കാണാം. ഇനി താഴേക്ക് വരുന്ന സമയത്ത് നമ്മുടെ വിൻഡോ പൊക്കാനിതാക്കാനുള്ള സ്വിച്ചുകൾ, അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് ഒരു ചെറിയൊരു ഫിനിഷ് കൂടി വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്രണ്ടിലെ പോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് പ്ലാസ്റ്റിക്കുകൾ തന്നെയാണ് നമ്മുടെ ഈ ഒരു ഡോർ പാഡിലും യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ബോസിൻ്റെ ആ ഒരു സ്പീക്കറിൻ്റെ ഗ്രില്ലൂടെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ഇൻറ്റീരിയറിലേക്ക് കയറുന്ന സമയത്ത് ഇതിപ്പോൾ ഫ്രണ്ടിലെ സീറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ബാക്കിലേക്ക് ഇറക്കിയിട്ടിരിക്കുകയാണ്. എന്നിട്ട് പോലും അത്യാവശ്യം നല്ല രീതിക്കുള്ള ഒരു
നീ റൂമും അതുപോലെ തന്നെ ലെഗ് റൂമും നമുക്ക് i20യിൽ കിട്ടുന്നുണ്ട്. അതിൻ്റെ മെയിനായിട്ടുള്ള കാർ നമ്മുടെ പഴയ i20യെക്കാട്ടിലും ലെങ്തും വിഡ്ത്തും ഇൻക്രീസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ പുതിയ i20 ഇപ്പോൾ മാർക്കറ്റിലേക്ക് വന്നിരിക്കുന്നത്. ഇനി ഒരു നമ്മുടെ ഫ്രണ്ടിലെ ആംറസ്റ്റിൻ്റെ താഴേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ 2 എയർ വെൻറ്റുകൾ കാണാം. ആ എയർ വെൻറ്റ് താഴെയായിട്ട് ഇവിടെ ചെറിയ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. സ്റ്റോറേജ് സ്പേസിൻ്റെ താഴെയായിട്ട് ഒരു USB ചാർജിങ്ങിൻ്റെ പോർട്ട് കൂടി നമുക്ക് കാണാൻ സാധിക്കും. ഡ്രൈവർ സീറ്റിൻ്റെ ബാക്കിലായിട്ട് മാഗസിൻ ഹോൾഡർ ഇല്ല, എന്നാൽ കോ ഡ്രൈവറിൻ്റെ സീറ്റിൻ്റെ ബാക്കിലേക്ക് നമുക്ക് ഒരു മാഗസിൻ ഹോൾഡർ കൂടി വണ്ടിയിൽ വരുന്നുണ്ട്. അപ്പോൾ അതേപോലെ പറയാൻ വിട്ടുപോയ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഷെയ്ഡിൻ്റെ അകത്ത് നമ്മുടെ പാസഞ്ചറിൻ്റെ സൈഡിൽ മാത്രമേ ഉള്ളൂ ഒരു വാനിറ്റി മിറർ വരുന്നത്. എന്നാലും അവിടെ ലൈറ്റോ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. പാസഞ്ചറിൻ്റെ സൈഡ് മാത്രമേ ഉള്ളൂ. ഡ്രൈവറിൻ്റെ സൈഡിൽ ജസ്റ്റ് ഒരു ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് ഉള്ളത്. എന്നാൽ അവിടെ വാനിറ്റി മിററോ അവിടെയും ലൈറ്റോ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഇനി ഒരു സെൻറ്ററിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ ബാക്കിലോട്ടുള്ള ഒരു ലൈറ്റിൻ്റെ പ്ലേസ്മെൻറ്റ് ഈ ഒരു ഭാഗത്താണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ പുഷ് ചെയ്തിട്ട് ഓൺ ആക്കാനും അതുപോലെ തന്നെ ഓഫ് ചെയ്യാനായിട്ടും സാധിക്കും. അതുപോലെ ഗ്രാബ് ചെയ്തിരിക്കാനുള്ള ഒരു ഹാൻഡിലൂടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരു ഹുക്കിൻ്റെയും കൂടെ പ്ലേസ്മെൻറ്റ് വരുന്നുണ്ട്. അവിടെ ഈ ഒരു സൈഡിൽ മാത്രമായിട്ടാണ് നമുക്ക് ആ ഒരു ഹുക്ക് വരുന്നത്. അവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് അല്ല എൻ്റെ ഫ്രണ്ടിലൊന്നും തന്നെ ഹുക്ക് വരുന്നില്ല, റൈറ്റ് സൈഡിൽ മാത്രമേ ഹുക്ക് വരുന്നുള്ളൂ. ഇനി ഇവിടെ ബാക്കിലെ സീറ്റിൻ്റെ ഒരു കംഫർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്കുള്ള കംഫർട്ട് തരുന്ന രീതിയിലാണ് നമ്മുടെ ഒരു ബാക്ക് സീറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അണ്ടർ തൈ സപ്പോർട്ട് ഇച്ചിരി കുറവാണ്. അത്യാവശ്യം ടോളായിട്ടുള്ള ഒരു പാസഞ്ചറിനെ ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് അണ്ടർ തൈ സപ്പോർട്ട് കുറവാണ്. എന്നാൽ പോലും വളരെ കംഫർട്ടായിട്ട് നമുക്ക് ഇരിക്കാൻ സാധിക്കും. ഹെഡ് റൂമാണ് എടുത്തു വരേണ്ട മറ്റൊരു കാര്യം. ഹെഡ് റൂം വളരെ അധികമുണ്ട്. നമുക്ക് ആവശ്യത്തിലധികം ഹെഡ് റൂം നമുക്ക് വണ്ടി i20യിൽ ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ഹൈറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് 6 feet ഹൈറ്റ് ഉണ്ട്. എന്നിട്ട് പോലും അത്യാവശ്യം നല്ല രീതിക്കുള്ള ഒരു ഹെഡ് റൂം വണ്ടിയിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി ആ ഒരു ഹെഡ് റെസ്റ്റുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും അഡ്ജസ്റ്റബിൾ അല്ല. നമ്മുടെ ആസ്റ്റ് ഓപ്ഷനിലേക്ക് വരുന്ന സമയത്ത് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഹെഡ് റെസ്റ്റുകളും അതുപോലെ തന്നെ സൺറൂഫ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വരുന്നുള്ളൂ. ഒരു ഇലക്ട്രിക് സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ച് പ്രസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഒരു ബാക്കിലെ ബൂട്ടിൻ്റെ ഡോറ് തുറക്കുന്നത്. 311 ലിറ്ററാണ് വണ്ടിയുടെ ഒരു ബൂട്ട് സ്പേസ് വരുന്നത്. നമ്മുടെ പഴയതിൻ്റെ നേരത്തെ i20യിൽ 280 ലിറ്റർ ആയിരുന്നു. എന്നാൽ പുതിയതിലേക്ക് വന്നപ്പോൾ 311 ലിറ്ററിൻ്റെ ഒരു ബൂട്ട് സ്പേസാണ് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു സൈഡിലായിട്ട് ഒരു ലൈറ്റും അതുപോലെ തന്നെ ഒരു ഹുക്കും കൂടി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ ബോസിൻ്റെ ഒരു സബ് വൂഫറിൻ്റെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇനി ലോഡിംഗ് ലിപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം വലുപ്പമേറിയ ഒരു ലോഡിംഗ് ലിപ്പുണ്ട്. എന്നാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് സാധനങ്ങളൊക്കെ ഉള്ളിലേക്ക് കയറ്റി വെക്കാൻ സാധിക്കും. ഇനി ഒരു ബാക്ക് സീറ്റിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 60-40 സ്പ്ലിറ്റോ അല്ലെങ്കിൽ ഒരു 50-50 സ്പ്ലിറ്റോ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഒരു സിംഗിൾ സീറ്റായിട്ടാണ് നമ്മുടെ ബാക്കിലെ സീറ്റ് വരുന്നത്. ഇനി ഒരു ഭാഗത്തായിട്ടൊരു ട്രേയും കൂടി വരുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കാനായിട്ടുള്ളൊരു ട്രേയും കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് വണ്ടിയുടെ ബാക്കിലെയും നമ്മുടെ ബൂട്ടിൻ്റെ വിശേഷങ്ങൾ. ഇനി നമുക്ക് വണ്ടി ഓടിച്ച് നോക്കാം. ഓടിച്ച് നോക്കിയിട്ട് വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോഴത്തെ ഒരു ഫീലും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് വണ്ടി ഓടിച്ച് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞില്ല, നമ്മളിപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പവർ ഫിഗേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6000 RPMൽ 120 ഹോഴ്സ് പവർ ആണ് ഇതിൻ്റെ മാക്സിമം പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ ടോർക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1500 RPMൽ 172 Nm ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു 1500 RPMൽ മാക്സിമം ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വണ്ടി എന്ന് പറയുമ്പോൾ അതിൻ്റെ മിഡ് റേഞ്ച് വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു മിഡ് റേഞ്ചാണ്. അപ്പോൾ ഒരു 1500 തൊട്ട് ഒരു 5500 വരെയുള്ള ഒരു RPM ബാൻഡ് എന്ന് പറഞ്ഞാൽ വളരെയധികം പെർഫോമൻസ് ഓറിയൻറ്റഡായിട്ടുള്ള ഒരു ബാൻഡ് വിഡ്ത്താണ്. അതൊരു മിഡ് റേഞ്ചിൽ നല്ല രീതിക്കുള്ള ഒരു പെർഫോമൻസ് നമ്മുടെ i20 പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു 3 സിലിണ്ടർ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ ഒരു 4 സിലിണ്ടർ വണ്ടിയിൽ കിട്ടുന്ന അത്ര ഒരു റിഫൈൻമെൻറ്റ് കിട്ടുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം അതിനോട് തന്നെ സാമ്യമുള്ള രീതിയിൽ തന്നെ നല്ല രീതിക്കുള്ള റിഫൈൻമെൻറ്റ് നമ്മുടെ ഈ ഒരു എഞ്ചിനും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞിരുന്ന എഞ്ചിൻ ഇൻസുലേഷൻ ഇല്ല എന്നുള്ള. എഞ്ചിൻ ഇൻസുലേഷൻ ഇല്ലെങ്കിൽ പോലും യാതൊരു തരത്തിലുള്ള വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് ക്യാബിനുള്ളിലേക്ക് ഫീൽ ചെയ്യുന്നില്ല. നല്ല രീതിക്ക് അതെല്ലാം തന്നെ ഡാമ്പ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഒരു വണ്ടിയുടെ പാർട്സ് എല്ലാം തന്നെ. ഈ ഒരു സ്റ്റിയറിങ്ങിൻ്റെ ഫീൽഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ സ്റ്റിയറിംഗ് ആണ് നമ്മുടെ വണ്ടിയിൽ വരുന്നത്. അതൊരു സെൻറ്ററിലേക്ക് ഒരു സെൻറ്റർ ഭാഗത്ത് ഇച്ചിരി വെയിറ്റ് കൂടുതലാണെന്നുണ്ടെങ്കിലും മറ്റ് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. ലോ സ്പീഡുകളിൽ ഉള്ള വെയിറ്റ് കുറച്ച് ഹൈ സ്പീഡിലേക്ക് കയറുന്ന സമയത്ത് കുറച്ചുകൂടെ വെയിറ്റ് കൂടി വരുന്നുണ്ട്. അങ്ങനെ വെയിറ്റ് കൂടി വരുന്നത് വളരെ നല്ലൊരു ഫീച്ചറാണെന്ന് ഇതിന് മുമ്പും ഒരുപാട് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരു ഹൈ സ്പീഡ് പോകുന്ന സമയത്ത് നല്ല സ്റ്റേബിളായിട്ട് ഓടിക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റിയറിംഗ് ഇച്ചിരി ഹെവി ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് വണ്ടി കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇനി ഒരു എഞ്ചിൻ്റെ ഒരു പെർഫോമൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ഗിയർ ബോക്സിൻ്റെ പെർഫോമൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു 7 സ്പീഡ് DCT ഗിയർ ബോക്സ് ആണ് വണ്ടിയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷനാണ് നമ്മുടെ വണ്ടിയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു DSG വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് അത്രയ്ക്കൊരു വളരെ
സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു ഷിഫ്റ്റ് അല്ലെങ്കിൽ പോലും യാതൊരു മടുപ്പോ കാര്യങ്ങളോ തോന്നിക്കാത്ത രീതിയിൽ നമുക്ക് ആവശ്യത്തിന് വേണ്ടി പവർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഗിയർ ബോക്സ് തന്നെയാണ് നമ്മുടെ ഈ ഒരു i20യിലും നമ്മുടെ 7 സ്പീഡ് DCTയിൽ നമുക്ക് ലഭിക്കുന്നത്. യാതൊരു തരത്തിലുള്ള ലാഗോ കാര്യങ്ങളോ ഒന്നും തന്നെ യാതൊരു പവർ ബാങ്കിൽ നമുക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഏറ്റവും ലോയിൽ കിടക്കുന്ന സമയത്ത് പോലും ഒരു 1200 1300 RPM കിടക്കുന്ന സമയത്ത് പോലും ഒന്ന് ആക്സിലേറ്റർ കൊടുത്താൽ വളരെ പഞ്ചിയായിട്ട് നമ്മളെ വലിച്ചെടുത്തുകൊണ്ട് പോകുന്ന രീതിക്കുള്ള ഒരു പവർ ഔട്ട്പുട്ട് നമുക്ക് വണ്ടിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് വണ്ടിയുടെ ഒരു പവറിൻ്റെ കാര്യം അതുപോലെ തന്നെ സ്റ്റിയറിങ്ങിൻ്റെ കാര്യം പറയാനുള്ളത്. ഇനി മൊത്തത്തിലുള്ള ഹാൻഡ്ലിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബോഡി റോൾ ഇല്ലെന്നല്ല, എന്നാൽ പോലും ഒരു എക്സ്റ്റെൻഡ് കഴിഞ്ഞാൽ അപ്പുറത്തോട്ട് നമുക്കൊരു ഡിസ്കംഫേർട്ട് തോന്നുന്ന രീതിയിലുള്ള ഒരു ബോഡി റോളോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടി വിട്ടുപോകുന്നു എന്നുള്ളൊരു ചിന്താഗതി ഒന്നും തന്നെ നമുക്ക് കൊണ്ടിരുന്നില്ല. കാരണം നല്ലപോലെ തന്നെ പ്ലാൻഡായിട്ടാണ് വണ്ടി ഇരിക്കുന്നത്. നമ്മുടെ പഴയ i20 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ലെങ്തിലും വിഡ്ത്തിലും ഇൻക്രീസ് വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ പോലും നമുക്ക് നല്ല രീതിക്ക് വണ്ടി കൊണ്ടു കിടക്കാൻ സാധിക്കും. ഒരു വലിയ വണ്ടി കൊണ്ടുപോകുന്ന രീതിക്കുള്ള ഒരു വലിയൊരു ബുദ്ധിമുട്ട് തോന്നാതെ നമുക്ക് വളരെ സിമ്പിളായിട്ട് വണ്ടി യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ടേൺ റേഡിയസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും ഇത്ര വീതി ഞാൻ പറഞ്ഞു ലെങ്ത് കൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പോലും വളരെ വലിയൊരു ടേൺ റേഡിയസ് അല്ല. നമുക്ക് ഈസി ആയിട്ട് നമുക്ക് വണ്ടി ഒരു യൂട്ടേണൊക്കെ എടുത്ത് പോകാനായിട്ടും സാധിക്കും. ഇനി ഒരു ബ്രേക്കിംഗ് എഫിഷ്യൻസിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ഡിസ്കും അതുപോലെ തന്നെ ബാക്ക് ഡ്രം ബ്രേക്കുമാണ് വരുന്നത്. എന്നാൽ പോലും നല്ല രീതിക്കുള്ള ഒരു ബ്രേക്കിംഗ് പവർ നമുക്ക് വണ്ടിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഡീസലിൻ്റെ ഒരു ഓപ്ഷനിലാണ് കുറച്ചുകൂടി ഒരു ബൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം ഡീസൽ വണ്ടിക്ക് ഫ്രണ്ടിൽ കുറച്ചൊരു വെയിറ്റ് കൂടുന്നതുകൊണ്ട് തന്നെ ആ ഒരു ബൈറ്റ് കുറച്ചൊരു നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നല്ല പെട്രോൾ വണ്ടിയിൽ അത്ര ഇല്ലെന്നല്ല, നല്ല രീതിക്കുള്ള ഒരു ബ്രേക്ക് നമുക്ക് നമ്മുടെ ഈ ഒരു പെട്രോൾ എഞ്ചിനിലാണെന്നുണ്ടെങ്കിലും ലഭിക്കുന്നുണ്ട്. ഇനി മൊത്തത്തിലുള്ള ആ ഒരു റൈഡ് ക്വാളിറ്റിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു മടുപ്പ് തോന്നിക്കാത്ത അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഡിസ്കംഫോർട്ടോ കാര്യങ്ങളൊന്നും തന്നെ തോന്നിക്കാത്ത രീതിയിലുള്ള ഒരു റൈഡ് ക്വാളിറ്റിയാണ് നമ്മുടെ i20 നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. സ്റ്റിഫായിട്ടുള്ള ഒരു സസ്പെൻഷൻ ആണെന്ന് പറഞ്ഞു, എന്നാൽ പോലും ഒരു വളരെ വലിയൊരു ഹമ്പ് ചാടുമ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ വളരെ വലിയൊരു പോട്ട് ഹോളിൽ നിന്നൊക്കെ ചാടി കയറുന്ന സമയത്ത് മാത്രമേ അത്രയ്ക്ക് ഒരു സ്റ്റിഫ്നെസ് നമുക്ക് തോന്നത്തുള്ളൂ. അല്ലാത്ത പക്ഷം വളരെ സ്മൂത്തായിട്ടുള്ള വളരെ ഫ്ലൂയിഡായിട്ടുള്ള ഒരു റൈഡ് ക്വാളിറ്റിയാണ് നമുക്ക് നമ്മുടെ i20 പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഒരു മൈലേജിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ്, അതായത് നമ്മുടെ ഈ ഒരു ടർബോ പെട്രോൾ വേരിയൻറ്റിന് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് എന്ന് പറഞ്ഞാൽ ഏകദേശം 20 കിലോമീറ്ററാണ്. എന്നാലും നമ്മുടെ ഒരു ഡെയിലി യൂസിലേക്ക് വരുമ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ പ്രാക്ടിക്കൽ യൂസിലേക്ക് വരുന്ന സമയത്ത് അത് എത്രത്തോളം കറക്റ്റ് ആണെന്നുള്ളത് നോക്കിയാലേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്നാലും നമുക്ക് നോക്കണമെങ്കിൽ ഒരു 11-നും 14-നും ഇടയ്ക്ക്. കാരണം ഒരു ടർബോ പെട്രോൾ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു വണ്ടി എടുക്കുന്നവർ തന്നെ പെർഫോമൻസ് ഓറിയൻറ്റായിട്ട് വണ്ടി ഓടിക്കാനും കുറച്ചുകൂടെ സ്പോർട്ടി ഒരു ഫീലൊക്കെ ആവശ്യമുള്ളവരാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഡ്രൈവിലേക്കാണ് നമ്മൾ പോകുന്നതെന്നുണ്ടെങ്കിൽ മൈലേജും അതിനനുസരിച്ച് കുറയും. ഇനി വണ്ടിയുടെ സേഫ്റ്റിയുടെ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു ലിസ്റ്റ് ചെയ്യാനുണ്ട്. കാരണം ABS ഉണ്ട്, അതുപോലെ തന്നെ EBD ഇലക്ട്രോണിക് ബ്രേക്ക് ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ ESP ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം, അതുപോലെ ട്രാക്ഷൻ കൺട്രോൾ, ഹിറ്റ് ഹോൾഡ് അസിസ്റ്റ് തുടങ്ങിയ ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സ് നമുക്ക് ഈ വണ്ടിയിൽ ലഭിക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു i20യുടെ പ്രൈസിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൺ റോഡ് പ്രൈസ് നമ്മുടെ DCT, അതായത് ഈ 1 ലിറ്റർ DCTക്ക് വരുന്ന സമയത്ത് ഏകദേശം 12 ലക്ഷത്തിനടുത്ത് വരും. ഷോറൂം പ്രൈസ് ആണെന്നുണ്ടെങ്കിൽ ഒരു 10 ലക്ഷത്തിനടുത്താണ് നമ്മുടെ ഈ ഒരു നമ്മുടെ ഈ ടർബോ പെട്രോൾ എഞ്ചിൻ്റെ ഒരു പ്രൈസ് കാര്യങ്ങളിൽ തന്നെ വരുന്നത്. അപ്പോൾ നമുക്കിന്ന് ഈ വണ്ടി പ്രൊവൈഡ് ചെയ്തത് നമ്മുടെ തെങ്ങണയിലുള്ള പോപ്പുലർ ഹ്യുണ്ടായുടെ ആൾക്കാരാണ് നമുക്കിന്ന് വണ്ടി പ്രൊവൈഡ് ചെയ്തത്. അവർക്ക് ഒരു വളരെയധികം താങ്ക്സ് പറയുന്നത്. കാരണം ഈ ഒരു റിവ്യൂ ചെയ്യാനായിട്ട് കുറേ സ്ഥലത്ത് അന്വേഷിച്ചാണ്. അതായത് ഇപ്പോൾ i20 ഇറങ്ങിയിട്ട് ഏകദേശം 3-4 ആഴ്ചയോളം ആകുന്നു. നമുക്ക് ഇത്രയും താമസിച്ചാണെങ്കിൽ പോലും ഒരുപാട് അന്വേഷിച്ചതിന് ശേഷമാണ് ഇവിടെ ഇങ്ങനെ ഒരു വണ്ടി ലഭിച്ചത്. അപ്പോൾ ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി തന്നതിന് നമുക്ക് നമ്മുടെ പോപ്പുലർ ഹ്യുണ്ടായുടെ ആൾക്കാർക്ക് ഒരു താങ്ക്സ് പറയുന്നു. അപ്പോൾ പറഞ്ഞല്ലോ, വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ നമ്മുടെ ചാനലിലേക്ക് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത ആഴ്ച മറ്റൊരു വണ്ടിയുടെ വിശേഷങ്ങളുമായിട്ട് കണ്ടുമുട്ടുന്നവരെ ഗുഡ് ബൈ.